ഹായ് ഫ്രണ്ട്സ്, സബ്ഡിയ മലയാളത്തിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ആഗസ്റ്റ് മാസം 7-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് റിലീസ് ചെയ്ത സിനിമകളും സീരീസുകളും, അതുകൂടാതെ നാളെ ആഗസ്റ്റ് മാസം 8-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം നമുക്ക്. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു ആക്ഷൻ ഫാന്റസി ഹൊറർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന സിനിമ. ഈ സിനിമയുടെ ഇംഗ്ലീഷ് വേർഷൻ ഇതിന് മുമ്പേ തന്നെ റിലീസ് ചെയ്തു. ഇപ്പം മൾട്ടി ഓഡിയോ അവൈലബിൾ ആയിട്ടുണ്ട്, ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ 2 ഓപ്ഷനിൽ ഇന്ത്യക്ക് പുറത്തായിട്ട്, അതായത് US-ലും കാനഡയിലും ഒക്കെ ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആമസോൺ പ്രൈമിൽ. അടുത്ത് റൊമാൻറ്റിക് ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് സിനിമയാണ്. ഓഹോ എന്താണ് ബേബി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, മലയാളം ഭാഷകളായിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അതായത് ആഗസ്റ്റ് മാസം 8-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതാണ്. അടുത്തത് സൂരി, സോസിക, ഐശ്വര്യ ലക്ഷ്മി എന്നിവർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഫീൽ ഗുഡ് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു മാം എന്ന് പറയുന്ന സിനിമ. തിയേറ്ററിൽ നല്ല രുചിയും കരസ്ഥമാക്കിയ സിനിമയാണ്. C5-ൽ ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് ആഗസ്റ്റ് മാസം 8-ാം തീയതി നാളെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്ത കലയരശം പ്രധാന വേഷം കൈകാര്യം ചെയ്ത തമിഴ് സിനിമയായിരുന്നു ട്രെൻഡിങ് എന്ന് പറഞ്ഞ സിനിമ. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് ആഗസ്റ്റ് മാസം 8-ാം തീയതി സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു മിസ്റ്ററി സൈക്കോളജിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് യാതും അറിയാന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ആഗസ്റ്റ് മാസം 8-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു സീരീസ് ആണ്, ഒരു തെലുങ്ക് സീരീസ് ആണ്. ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് സീരീസ് ആണ് മായാ സഭ എന്ന് പറഞ്ഞ സിനിമ സീരീസ്. സോണി ലിവിൽ തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് ഈ ഒരു സീരീസ് ഉള്ളത്. അടുത്തൊരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ് അന്തേര എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ആഗസ്റ്റ് മാസം 14-ാം തീയതിയാണ് ഈ സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. റിലീസ് ചെയ്യുന്ന സമയത്ത് മലയാളം അടക്കമുള്ള ഭാഷകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്തത് ഒരു ആക്ഷൻ കോമഡി റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ലവ് ഹേർട്ട് എന്ന് പറഞ്ഞ സിനിമ. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് മം എന്ന് പറഞ്ഞ സിനിമ. ഇംഗ്ലീഷ് ഭാഷയിൽ ബുക്ക് മൈ ഷോസിൽ ആമസോൺ പ്രൈമിലായിട്ടാണ് ഈ സിനിമ 2 ഓപ്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഇംഗ്ലീഷ് ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ടു ഡൈ എലോൺ എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമിൽ ബുക്ക് മൈ ഷോസിലായിട്ടാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസ് ആണ്, തെലുങ്ക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സീരീസ് ആണ് അറേബ്യ കടലി എന്നാണ് സിനിമയുടെ പേര്, സീരീസിന്റെ പേര് എഴുതുന്നത് അറേബ്യ കാതലി. അപ്പോൾ ഈ ഒരു സീരീസ് ആമസോൺ പ്രൈമിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. തെലുങ്ക് സീരീസ് ആണെങ്കിൽ കൂടി ഈ സീരീസിന്റെ ഡബ്ഡ് വേർഷനും അവൈലബിൾ ആകാനാണ് ചാൻസ് കൂടുതലുള്ളത്. എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക്. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട തെലുങ്ക് മൂവിയാണ് ബഡ് മഷുലു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷയിൽ ET-വിനിലാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം 8-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത ടൊവിനോ തോമസ്, ഭാവന എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയായിരുന്നു നടികർ എന്ന് പറഞ്ഞ സിനിമ. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. നാളെ വൈകുന്നേരത്തോടു കൂടി, അതായത് ആഗസ്റ്റ് മാസം 8-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ശേഷം ഈ ഒരു സിനിമ പിന്നെ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുന്നതാണ്. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. നടികർ ഒരുപാട് പേരുടെ കാത്തിരിപ്പാണ്, കുറെ കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് നടികർ എന്ന് പറഞ്ഞ സിനിമ. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ് ഹെബുലി കട്ട് എന്നാണ് സിനിമയുടെ പേര്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇറ്റാലിയൻ മൂവിയാണ് ഡയമണ്ട്സ് എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമിലും ബുക്ക് മൈ ഷോസിലായിട്ടാണ് ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകൾ, ഏകദേശം 15ഓളം സിനിമകളുടെ സീരീസുകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഇവിടെ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിലേതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്, ഏതൊക്കെയാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.